DJ Terraceന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നാഗർകോവിൽ ബസ് സ്റ്റാൻഡിലാണ്. നമ്മുടെ DJ Terraceന്റെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ ഏതൊക്കെ ബസ് വരും എന്നുള്ള ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് നാഗർകോവിൽ ബസ് സ്റ്റാൻഡിനെ പറ്റിയിട്ടാണ് പറഞ്ഞുതരാൻ പോകുന്നത്. നാഗർകോവിൽ സൈഡിലോട്ട് പോകുന്നവർക്കെല്ലാം ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഞാനിപ്പോൾ നിൽക്കുന്നത് നാഗർകോവിൽ ബസ് സ്റ്റാൻഡിലോട്ട് ബസ്സുകൾ ഇറങ്ങി വരുന്ന ഒരു ഭാഗമാണ്. ഇപ്പോൾ നിങ്ങൾ നേരെ കാണുന്നത് ആ ഒരു ബസ് വന്ന് നിൽക്കുന്നത് കന്യാകുമാരി ഭാഗത്തോട്ടുള്ള ബസ്സുകൾ പോകുന്ന ഒരു സൈഡാണ്. ഒരു KSRTC ബസ് മാസമായിട്ട് നാഗർകോവിലോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഈ കാണുന്ന പ്ലാറ്റ്ഫോംസ് ഉപരി, തിരുച്ചെന്തൂർ, 5 ഗ്രാമം വഴിയുള്ള ബസ്സുകൾ പോകുന്ന റൂട്ടുകളാണ്. അതായത് ബീച്ച് റോഡ് വഴിയുള്ള ഒരു ബസ്സസ് പോകുന്ന പ്ലാറ്റ്ഫോംസാണിത്. ആ സ്ട്രെയിറ്റാ കാണുന്ന സ്ഥലത്ത് നാഗർകോവിലെ മലയോര പ്രദേശങ്ങളിലോട്ട് പോകുന്ന, അതായത് ഈ ഭൂതപ്പാണ്ടി, ആർലോം വഴി ആ സ്ഥലത്തോട്ട് പോകുന്ന ബസ്സസ് എല്ലാം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. നേരെ കാണുന്ന പ്ലാറ്റ്ഫോമിൽ ഈ കാണുന്ന പ്ലാറ്റ്ഫോമിൽ മൺഡേ മാർക്കറ്റ്, കുളച്ചൽ, കുലശേഖരം, മാർത്താണ്ഡം, കളിയക്കോള തുടങ്ങിയ ഭാഗത്തോട്ടുള്ള ബസ്സുകളാണ് ഈ ഒരു സെക്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ കന്യാകുമാരി നെടുമങ്ങാട് ബസ്സും രാവിലെ വൈകുന്നേരമുള്ള സർവീസസ് ഈ ഒരു സൈഡിലാണ് വന്ന് പ്ലാറ്റ്ഫോമിലാണ് ആരംഭിക്കുന്നത്. കന്യാകുമാരിയിൽ നിന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വയ്ക്കും. അതിൻ്റെ നേരെ തൊട്ട് ഓപ്പോസിറ്റാണ് ലോങ് സർവീസ്, അതായത് തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ബസ്സുകളെല്ലാം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നാഗർകോവിൽ തിരുവനന്തപുരം ബസ്സെല്ലാം സീനിയാരിറ്റി ബേസിലാണ് പോകുന്നത്. അതായത് ഒരു കേരള ബസ് പോവുകയാണെങ്കിൽ അടുത്ത ഒരു തമിഴ്നാട് ബസ്, അടുത്ത കേരള ബസ് ഉണ്ടെങ്കിൽ കേരള ബസ്, അങ്ങനെ ഒരു സീനിയാരിറ്റി ബേസിസിലാണ് ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് ബസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരം പ്ലാറ്റ്ഫോമിനോട് തൊട്ടടുത്ത് തന്നെ അടുത്ത തിരുനെൽവേലിക്കുള്ള ബസ്സുകളാണ് 1 to 1. അതായത് നാഗർകോവിലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ അടുത്ത തിരുനെൽവേലിയിൽ ആ ബസ് നിർത്തുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തൊട്ടടുത്ത് മധുര ബസ് വരുന്നുണ്ട്, മധുര വഴിക്കുള്ള ബസ്സുകൾ വരുന്നുണ്ട്. പിന്നെ അല്ലാതെ തിരുച്ചെന്തൂർ പോകുന്ന ബസ്, അതായത് വള്ളിയൂർ വഴി തിരുച്ചെന്തൂർ പോകുന്ന ബസ്സെല്ലാം ഈ സൈഡാണ്. ബീച്ച് റോഡ് വഴി തിരുച്ചെന്തൂർ പോകുന്നത് ആ ഒരു 1ാമത്തെ പ്ലാറ്റ്ഫോം, നമ്മൾ എൻട്രൻസിനടുത്തുള്ള പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ബീച്ച് റോഡ് വഴിയുള്ള തിരുച്ചെന്തൂർ ബസ്സുകളെല്ലാം പോകുന്നത്. അടുത്ത് ഇതിൻ്റെ നേരെ ഒരു ഓപ്പോസിറ്റ് സൈഡ് വന്നിട്ട് SCTC ബസ്സുകൾ പോകുന്നത്, അതായത് ദീർഘദൂര സർവീസുകളായ സ്റ്റേറ്റ് എക്സ്പ്രസ് ട്രാൻസ്പോർട്ടേഷൻ കോർപ്പറേഷനുള്ള ഈ ഒരു ഭാഗത്ത് നിന്നാണ് ആരംഭിക്കുന്നത്. ഇപ്പം ബസ്സുകളൊന്നും വളരെ ചുരുക്കം ബസ്സുകളേ ഉള്ളൂ. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഈ ലോങ് ട്രിപ്പ് എല്ലാം ആ ഒരു SCTC സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ ആ SCTC നിൽക്കുന്ന ഒരു ലാസ്റ്റ് സെഗ്മെൻറ്റിൽ വന്നിട്ട് തെങ്കാശിക്ക് പോകുന്ന ബസ്സുകളും അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.